ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം സോണുകളെ പറ്റിയാണ്. ഇപ്പോൾ ടൈം സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ടൈം സോണ്, അത് EST IST അങ്ങനെയുള്ള ടൈം സോണാണോ എന്ന്. പക്ഷേ അതൊന്നുമല്ല, മാർക്കറ്റിലെ ടൈം സോണുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മാർക്കറ്റിലെ ടൈം സോണോ? മാർക്കറ്റിന് ടൈം സോൺ ഉണ്ടോ? അങ്ങനെയൊന്നും വിചാരിക്കണം. മാർക്കറ്റിന് ടൈം സോൺ ഉണ്ട്. മാർക്കറ്റിൻ്റെ ടൈം സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ടൈം സോണുകളിലാണ് മാർക്കറ്റിൻ്റെ സ്ട്രെങ്തിന് പ്രോബബിലിറ്റി കൂടുതൽ, മാർക്കറ്റ് മൂവ്മെൻറ്റ് ചാൻസസിന് പ്രോബബിലിറ്റി കൂടുതൽ എന്നുള്ളിടത്താണ് ഈ ടൈം സോണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നത്. എസ്പെഷ്യലി ഒരു ടൈം സോൺ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഓപ്ഷൻ റൈറ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം ഓപ്ഷൻ റൈറ്റേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, ഓപ്ഷൻ സെല്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ആളുടെ ഫ്രണ്ട് എന്താണ്? ടൈം വാല്യൂ ഡിക്കെയാണ് ഫ്രണ്ട്. എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഡെൽറ്റ മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഈ ഡെൽറ്റ മൂവ്മെൻറ്റ് നമുക്ക് ഫ്രണ്ട് ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂട്രലായിട്ടുള്ള ഓപ്ഷൻ റൈറ്റർ അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ മൂവ്മെൻറ്റിനെ ഫ്രണ്ടാക്കി മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ഷണലായിട്ടുള്ളൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മുടെ ആ ഡയറക്ഷൻ, മാർക്കറ്റ് ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നുള്ള കൺവിക്ഷൻ കറക്റ്റ് ആയിരിക്കണം. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന ഒരാൾക്ക് ഡെൽറ്റ മൂവ്മെൻറ്റിനെ പോലും ഒരു ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റും, അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അതിൻ്റെ ഗ്രീക്സിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണുള്ളത്? ഒന്ന് തീറ്റയുണ്ട്, പിന്നെ ഡെൽറ്റയുണ്ട്, പിന്നെ ഗാമയുണ്ട്, വേഗയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഡെൽറ്റ, വേഗ, ഗാമ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതുപോലെ തന്നെ IV, ഇൻട്രൻസിക് വോൾട്ടിലിറ്റി നോക്കുകയാണെങ്കിലും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് സ്ട്രെങ്ത് എന്ന് വിളിക്കാം. അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രെങ്ത്, ഇൻട്രൻസിക് വോൾട്ടിലിറ്റി, പിന്നെ ടൈം ഫാക്ടർ, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കണം. മാർക്കറ്റ് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ മൂവ്മെൻ്റ് ആണ്. ഡെൽറ്റ മൂവ്മെൻറ്റ്, ഗാമ, വേഗ എല്ലാം കൂടെ ചേർത്താണ് ഞാനിവിടെ മാർക്കറ്റ് സ്ട്രെങ്ത് എന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരു ഓപ്ഷൻ റൈറ്ററിനെ സംബന്ധിച്ച് അയാളുടെ മുന്നിലുള്ള 3 കാർഡുകൾ, ഒന്ന് ടൈം വാല്യൂ, പിന്നെ മാർക്കറ്റ് സ്ട്രെങ്ത്, പിന്നീട് ഇൻട്രൻസിക് വോളറ്റിലിറ്റി. ഇതിൽ ടൈം വാല്യൂ എപ്പോഴും അയാളുടെ ഫ്രണ്ടാണ്. കാരണം ടൈം വാല്യൂ പോകുന്നതോറും, മീൻസ് മാർക്കറ്റ് ടൈം മൂവ് ചെയ്യുന്നിടത്തോളം കാലം, ടൈം പോകുന്നിടത്തോളം കാലം മാർക്കറ്റിൻ്റെ ടൈം വാല്യൂ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. DK സംഭവിക്കുമ്പോൾ അയാൾക്ക് പ്രീമിയം ഗെയിൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അയാളുടെ ഫ്രണ്ടാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ ഡെൽറ്റ എപ്പോഴും ഫ്രണ്ടല്ല. അയാളൊരു ഡയറക്ഷണൽ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫ്രണ്ടാക്കി മാറ്റാൻ പറ്റും. ഇനി ഇൻട്രൻസിക് വോളറ്റിലിറ്റി നോക്കുവാണെങ്കിൽ, ഇൻട്രൻസിക് വോളറ്റിലിറ്റി എപ്പോഴും കുറയുന്നതാണ് നല്ലത്. കാരണം ഓപ്ഷൻ അയാൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇൻട്രൻസിക് വോളറ്റിലിറ്റി ഹയ്യറും അതിനുശേഷം അത് പതിയെ പതിയെ കുറഞ്ഞു വരുന്നതുമാണ് നല്ലത്. എന്നാൽ മാത്രമേ അവിടെ ഒരു പ്രീമിയം DK ഉണ്ടാവൂ. കാരണം ഇൻട്രൻസിക് വോളറ്റിലിറ്റി കൂടുമ്പോൾ സംഭവിക്കുന്നത് പ്രീമിയത്തിൻ്റെ പ്രൈസ് കൂടുക ചെയ്യുക. പ്രീമിയത്തിൻ്റെ പ്രൈസ് കൂടുന്നത് എപ്പോഴാണ് ഓപ്ഷൻ റൈറ്ററിന് നല്ലത്? കാരണം ഏറ്റവും ഹയ്യസ്റ്റ് പോയിന്റ് നിൽക്കുമ്പോൾ, അതായത് നല്ലൊരു ഇൻട്രൻസിക് വോളറ്റിലിറ്റി നിൽക്കുന്ന സമയത്ത് അയാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും പ്രീമിയത്തിലായിരിക്കും ഓപ്ഷൻ സെല്ലർ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇൻട്രൻസിക് വോളറ്റിലിറ്റി കൂടുന്നത് ഓപ്ഷൻ സെല്ലറിന് നല്ലതല്ല. കാരണം പിന്നെയും പ്രീമിയം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ലോസാണ് ഉണ്ടാവുക. പ്രീമിയം DK ആവണം, പ്രീമിയം കുറഞ്ഞ് വരണം. അങ്ങനെ കുറഞ്ഞ് വരണമെങ്കിൽ ഇൻട്രൻസിക് വോളറ്റിലിറ്റിയും കുറയണം. ഇൻട്രൻസിക് വോളറ്റിലിറ്റി കുറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം മാർക്കറ്റ് കൂടുതൽ ഡിഫൈൻഡ് ആവുന്നു, മാർക്കറ്റ് വലിയൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കുറവാണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണത്. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ടാണ് അവിടെ പ്രീമിയം കുറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്നത്തെ പോയിന്റിലോട്ട് വന്നില്ല. ഇന്നത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സോണാണ്. ഈ ടൈം സോണുകൾ ഓപ്ഷൻ റൈറ്ററിന് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഒരു സ്വീറ്റ് സ്പോട്ട്, ഈ ടൈം സോണിൽ ഒരു സ്വീറ്റ് സ്പോട്ട് ഒരു ഓപ്ഷൻ റൈറ്ററിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കറ്റ് സ്ട്രെങ്ത്, ഇൻട്രൻസിക് വോളറ്റിലിറ്റി, അതുപോലെ തന്നെ ടൈം വാല്യൂ DK, ഇതെല്ലാം കൂടെ മെർജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം നമുക്ക് മാർക്കറ്റ് കിട്ടുമോ? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഏത് ടൈമാണ്? മാർക്കറ്റ് നിങ്ങൾക്കറിയാം 9:16 മുതൽ 9:30 വരെയാണ് മാർക്കറ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇത് ഏത് സമയത്താണ് ഇതെല്ലാം ഒരു ഏകദേശം ഒരു ബാലൻസിൽ നിൽക്കുന്നത്? അതായത് ടൈം വാല്യൂ ഒത്തിരി DK ആയിട്ടില്ല, അത്യാവശ്യം ടൈം വാല്യൂ ഉണ്ട്. എന്നാൽ മാർക്കറ്റ് അതിൻ്റെ ഡെൽറ്റ മൂവ്മെൻറ്റ് ഡയറക്ഷൻ ഏകദേശം ഒന്ന് കാണിച്ചു തന്നു എന്നൊരു സ്പോട്ട്. മാത്രമല്ല വോളറ്റിലിറ്റീസ് ഒന്ന് കുറഞ്ഞു വരാൻ, വോളറ്റിലിറ്റി ഹൈ ആണ്, ഇനി അതൊന്ന് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉള്ളൊരു സമയം. ഈ 3 സാധനങ്ങൾ മെർജ് ചെയ്ത് നമുക്കൊരു ടൈം പറയാൻ പറ്റുമോ മാർക്കറ്റിൽ? 100% ഡെഫിനറ്റ്ലി പറ്റില്ല. അബ്സല്യൂട്ട് ടേംസിലല്ല ഞാൻ ഈ പറയുന്നത്, പ്രോബബിലിറ്റി കൂടുതലുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ടൈം സ്പോട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അത് എല്ലായ്പ്പോഴും വർക്ക് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ മാർക്കറ്റിനെ കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം.
കറൻ്റ്ലി മാർക്കറ്റ് ഈ ഒരു ടൈം സ്പോട്ട് ഞാൻ ഇനി പറയുന്ന ഈ ഒരു ടൈം സ്പെസിഫിക് സോണിൽ വളരെ സ്വീറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറയാം ആ ടൈം സ്പോട്ട് ഏതാണെന്ന്. അതിന് മുന്നേ ഞാൻ ആ ബിഹേവിയർ പറയാം. മാർക്കറ്റ് ഈ 916 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തൊക്കെ ടൈം സോണുകളുണ്ട്, ഓരോ ടൈം സോണിൻ്റെയും സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 9:16 ഓപ്പൺ ചെയ്തു. ഒരു 9:16 മുതൽ 9:30 വരെയുള്ള ടൈം നിങ്ങൾക്കറിയായിരിക്കും. മാർക്കറ്റ് വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, നല്ല മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ, ഭയങ്കരമായ ഡെൽറ്റ മൂവ്മെൻ്റ് ആണ്. മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവും, ചിലപ്പോൾ താഴോട്ട് അടിച്ചു പോവും, ചിലപ്പോൾ ഭയങ്കരമായ വോൾട്ടൈലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. W ടൈപ്പ് മൂവ്സോ അല്ലെങ്കിൽ V ടൈപ്പ് മൂവ്സോ ഒക്കെ വളരെയധികം സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഒരു ഓപ്ഷൻ റൈറ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്, അത് ഓപ്ഷൻ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആ ഓപ്ഷൻ സെല്ലറിന് ഈ ഒരു പോയിന്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു ഗുണമുണ്ട്. കാരണം ടൈം വാല്യൂ ഒത്തിരി ഹൈ ആയിരിക്കും. ആ സമയത്ത് ടൈം വാല്യൂവിന് ഡീക്കേ വരാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. അതൊരു ഗുണമാണ്. പക്ഷേ ദോഷം, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ പാടാണ്. കാരണം വളരെ കുറച്ച് ഡേറ്റയേ ഉള്ളൂ. 916 മുതൽ 930 വരെ ആയിട്ടുള്ളൂ. മാർക്കറ്റ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഒന്നും ഇൻട്രാഡേ ലെവലിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ മേ ബി നമ്മൾ എടുത്തത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഡെൽറ്റ മൂവ്മെൻറ്റ്സ് വളരെ ഫാസ്റ്റാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ദോഷകരമായി സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻട്രൻസിക് വോളറ്റിലിറ്റി ഹയർ ആയിരിക്കും. ആ സമയത്ത് അതിൽ നിന്ന് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കാനായിരിക്കും ചാൻസ്. അപ്പോൾ ഗുണം ടൈം വാല്യൂ ഡിക്ക് ഹൈ ആണ്, ഇൻട്രൻസിക് വോളറ്റിലിറ്റി ഹൈ ആണ്, പക്ഷേ ഡെൽറ്റ മൂവ്മെൻറ്റ് വളരെയധികം ഉണ്ട്, വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള ഡെൽറ്റ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി പറയുക, ആ ഒരു ടൈമിൽ നമ്മൾ റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യാം, തെറ്റൊന്നുമല്ല. എന്നാലും ഞാൻ ഒരു കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്ലേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. കാരണം മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. എസ്പെഷ്യലി ഒരു ഡയറക്ഷണൽ സെല്ലറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്, നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളൊരു ഡയറക്ഷണൽ സെല്ലർ ആണെങ്കിൽ, നിങ്ങൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ജഡ്ജ് ചെയ്തിട്ട് പ്ലേ ചെയ്യുന്ന സെല്ലറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഇത് ആണ് ഒരു ടൈം സോൺ മാർക്കറ്റിലുള്ളത്, 916 to 930. ഓപ്ഷൻ റൈറ്റേഴ്സിന് ഇത് വളരെ നല്ല ഒരു സ്പോട്ടാണെന്ന് ഞാൻ പറയില്ല. അത് കഴിഞ്ഞ് ഒരു 930 മുതൽ ഒരു 10 മണി വരെയുള്ള ഒരു സമയം, 930 to ഒരു 10 വരെയുള്ള സമയം കുറച്ചും കൂടെ കുറവ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. 916 to 930 ഉണ്ടായി അത്രയും ഡെൽറ്റ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. അവിടെയും അത്യാവശ്യം ടൈം വാല്യൂ ഒക്കെ കാണും. ടൈം വാല്യൂ ഡിക്ക് ഒന്നും വലുതായിട്ട് സംഭവിച്ചു കാണത്തില്ല, എന്നാലും അത്യാവശ്യം ടൈം വാല്യൂ ഒക്കെ കാണും. പിന്നെ ഈ IV പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻട്രൻസിക് വോളറ്റിലിറ്റി ആണെന്നുണ്ടെങ്കിലും അവിടെ മേ ബി അതിൽ നിന്ന് ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം IV ഇൻട്രൻസിക് വോളറ്റിലിറ്റി കാണും. അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞു വരാനാണ് അവിടെ ചാൻസ് ഉള്ളത്. പക്ഷേ എങ്കിലും ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ 930ക്കും 10നും ഇടയ്ക്കുള്ള സമയം, 10 എത്തിയില്ല അതിന് മുന്നേ ഉള്ളൊരു സമയം ആണ് പറയുന്നതെങ്കിൽ 945 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈനാണ്, പ്രശ്നമില്ല, കുഴപ്പമില്ല. ഈ 916 930 ഇടയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ആ ഒരു സമയം എന്ന് ഞാൻ പറയും. കാരണം മാർക്കറ്റ് മേ ബി ചില സമയങ്ങളിലൊക്കെ ഒരു ഡയറക്ഷണൽ കാണിച്ചു തരാൻ തുടങ്ങുന്ന ഒരു ടൈമാണ്. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി പെർഫെക്റ്റായ ടൈം പറയുകയാണെങ്കിൽ ഞാൻ പറയും ഒരു 10 to 10:15 വരെയുള്ള ഒരു ടൈം ആയിരിക്കും സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം മിക്കവാറും മാർക്കറ്റിനെ ആ ഒരു ഡയറക്ഷൻ കാണിച്ചു തരുന്നത് ഈ ഒരു 10 to 10:15 എന്നുള്ളൊരു ടൈമിന് ഇടയ്ക്കായിരിക്കും. അത്യാവശ്യം ടൈം വാല്യൂ അവിടെ കാണും. ടൈം വാല്യൂ നമ്മൾ എൻട്രി ആണെങ്കിൽ അത്യാവശ്യം പ്രീമിയം അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മാർക്കറ്റിൻ്റെ ഡെൽറ്റ മൂവ്മെൻറ്റ്സ് എല്ലാം ഡെൽറ്റ മൂവ്മെൻറ്റ്സ് കാണും. പിന്നെ അത് കഴിഞ്ഞൊന്ന് സ്ലോ ആവാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉള്ളൊരു ടൈമാണ് 10 to 10:15 എന്ന് പറയുന്നൊരു ടൈം. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ, മാർക്കറ്റ് മേ ബി ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഈസി ആയിട്ട് പിക്ക് ചെയ്യാനും മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് സെല്ല് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു ടൈമാണ് ഈ പറയുന്ന 10 to 10:50. ദാറ്റ്സ് എ സ്വീറ്റ് സ്പോട്ട് എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു മാർക്കറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിക്ക് ശേഷമുള്ളൊരു സമയത്താണ് മാർക്കറ്റ് സ്ലോ ഡൗൺ ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ടൈം സോൺ എന്ന് പറയുന്നത് 916 to 930, അത് കഴിഞ്ഞ് 930 to 10, പിന്നെ 10 to 10:15 എന്ന് പറഞ്ഞൊരു ടൈം സോണ്. അതും കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന സമയം 11 മുതൽ ഒരു 12 അല്ലെങ്കിൽ 12:30, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 12 വരെ പോകും, ചിലപ്പോൾ 12:30 വരെയും പോകും. മാർക്കറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യുന്നതിന് കാരണം ഒന്ന് യൂറോപ്യൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ മാർക്കറ്റ്, UK മാർക്കറ്റ്, യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അറൗണ്ട് ഒരു
12:30 കഴിഞ്ഞ് 1:30 അടുപ്പിച്ച് 2 മണി അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെയാണ് ജർമ്മനിയുടെ മാർക്കറ്റും എല്ലാമൊക്കെ ഇങ്ങനെയുള്ള യൂറോപ്യൻ സൈഡിലുള്ള മാർക്കറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒന്ന് സ്ലോ ചെയ്തൊരു കളിയായിരിക്കും ഒരു 11 മുതൽ ഒരു 12:30 അല്ലെങ്കിൽ 12 മണി വരെ ഒക്കെ നടക്കുക. മാർക്കറ്റ് അതിൻ്റെ വോളറ്റിലിറ്റി കുറച്ച് ഒക്കെ ആയിരിക്കും പ്ലേ ചെയ്യുക. ആ ഒരു സമയത്ത് നമുക്ക് അധികം ടൈം വാല്യൂ കാണില്ല, കാരണം ടൈം വാല്യൂ എല്ലാം കുറേയൊക്കെ ഡീക്കേ ആയി പോയിട്ടുണ്ടായിരിക്കും. ഈ 10 മണിക്കുണ്ടായിരുന്ന ടൈം വാല്യൂവിൻ്റെയൊക്കെ ഭയങ്കരമായ ഡീക്കേ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, കാരണം മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കുറഞ്ഞു എന്നുള്ളതാണ് ഒരു റീസൺ. അപ്പോൾ മാർക്കറ്റ് വളരെ വളരെ ഇഴഞ്ഞ് നീങ്ങുന്നൊരു മാർക്കറ്റായിരിക്കും അത്. സെല്ലേഴ്സിന് നല്ലൊരു മാർക്കറ്റാണ്, പക്ഷേ സെല്ലേഴ്സിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് പ്രീമിയം കുറവായിരിക്കും. പ്രീമിയം കുറവായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മേ ബി ഈ ഒരു 11 എന്നുള്ളൊരു സമയത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന സമയമുണ്ട് 11 to 12 അല്ലെങ്കിൽ 12:30 കഴിഞ്ഞിട്ട് മാർക്കറ്റ് പിന്നെ ഒന്ന് ഉണരുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12:30 കഴിഞ്ഞൊരു സമയം, ഒരു 12:30 മുതൽ ഒരു 2:30 വരെയുള്ള സമയം, അല്ലെങ്കിൽ ഒരു 1 മുതൽ ഒരു 2:30 വരെയൊക്കെ ഉള്ളൊരു സമയത്ത് മാർക്കറ്റ് ഒന്നുകൂടെ ഉണർന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. എസ്പെഷ്യലി ഒരു 1:32 അടുപ്പിച്ചൊക്കെ മാർക്കറ്റ് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അത് പലപ്പോഴും പലതായിട്ട് മാറും. മേ ബി 1:30 ആയിരിക്കും, ചിലപ്പോൾ 2 മണിക്കായിരിക്കും, ചിലപ്പോൾ കുറച്ചും കൂടെ നേരത്തെ വരും 12:45 അപ്പോൾ ഈ ഒരു സമയത്ത് മാർക്കറ്റ് കുറച്ച് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ 11 കയറി എടുക്കുന്ന പൊസിഷൻ ആണെങ്കിൽ, 11 കയറി ഓപ്ഷൻ റൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്വിംഗ് മൂവ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയ രീതിയിലുള്ള സ്വിംഗ് മൂവ്സ് ഒക്കെ ഉണ്ടായാൽ പോലും അയാൾക്ക് അവിടെ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 10 എടുത്തേക്കുന്ന ആൾ കറക്റ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലോസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും, കാരണം ടൈം വാല്യൂ ഡിക്ക് കുറച്ചും കൂടെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് റീസൺ, അല്ലാതെ വേറെ മാജിക്കൊന്നും അവിടെ ഇല്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള റീസൺ. അതുകൊണ്ട് ഞാൻ 10 to 10:15 നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ട് പറയും. മാർക്കറ്റ് ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആ ഒരു ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രൈസ് ആക്ഷൻ മൂവ്മെൻറ്റും കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം പ്രോബബിലിറ്റിയാണ്, ഒന്നും അബ്സല്യൂട്ട് അല്ല. 10 to 10:15 ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പിന്നീട് അത് വർക്ക് ചെയ്യണമെന്നില്ല. മാർക്കറ്റ് ബിഹേവിയർ നമ്മൾ കീപ്പ് ഓൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ യൂഷ്വലി ഒരു 3 month 4 month ഒരു 6 months ഒക്കെ ഡേറ്റ് ഒക്കെ നോക്കുമ്പോൾ ഈ 10 to 10:15 എന്ന് പറയുന്ന സമയം വളരെ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. ഇനി ഇത് കഴിഞ്ഞ് ഒരു 12:30, ഇതെല്ലാം കഴിഞ്ഞ് ഒരു 12:30 അല്ല 2:30 മുതൽ 3:30 വരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മിക്കവാറും കേസുകളിൽ മാർക്കറ്റ് ഒരു വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ചെയ്യുക. ചില മാസങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് മിക്കവാറും ഒരു 70% കേസിലും മാർക്കറ്റ് ഒന്ന് സ്ലോ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും 12:30 മുതൽ 3:30 വരെ കാണുക. പക്ഷേ ചില മാസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ 12:30 3:30 കുറച്ച് വൈഡായിട്ടുള്ള ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതായിട്ട്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. യൂഷ്വലി മാർക്കറ്റ് ഈ സമയത്ത് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യും. 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ക്ലോസ് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് 3 മുതൽ 3:30 വരെയുള്ള ആവറേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി എക്സ്പയറി സംഭവിക്കുന്ന സമയത്ത് ഓപ്ഷൻ റൈറ്ററിന് അത് പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ അയാൾ ഏത് പ്രൈസാണോ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ കോളാണ് റൈറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ആ ചെയ്തേക്കുന്ന സ്ട്രൈക്കിന് താഴെ നിൽക്കണം. അപ്പോൾ ആ സ്ട്രൈക്കിന് താഴെയാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ ആവറേജിൻ്റെ ബേസിലാണ്, 3 to 3:30 വരെയുള്ള ആവറേജിൻ്റെ ബേസിലുമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റ് ഒന്ന് സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട്. കമ്പാരിറ്റീവ്ലി സ്ലോവർ മൂവ്മെൻ്റ് ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ ഒരു ഡയറക്ഷണലായിട്ടുള്ള ഓപ്ഷൻ സെല്ലറിന് മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈം സോണുകളിൽ ഏത് എൻട്രി ചെയ്യണമെന്ന് നോക്കി വേണമെങ്കിൽ അയാൾക്ക് എൻട്രി ചെയ്യാം. പക്ഷേ ഈ ടൈം സോൺസ് മാത്രം നോക്കി എൻട്രി ചെയ്തത് ടൈം സോൺസ് പ്ലസ് പ്രൈസ് ആക്ഷൻ ആയിട്ടുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും പാറ്റേൺസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണ്, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയിൽ ലോസ് വരികയാണെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യാനായിട്ടുള്ള എന്ത് മെക്കാനിസം നിങ്ങൾ ആൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കണം. ഇനി നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യാൻ നിങ്ങളുടെ സ്ട്രാറ്റജിയിലൂടെ ഒരു ഓപ്ഷൻ ഉണ്ടോ, ഇതെല്ലാം നോക്കണം. ഇതെല്ലാ പീസുകളും ഒരുമിച്ച് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറും, ഉറപ്പായി മാറും. അതിൽ ഒരു പീസ് ഈ ടൈം വാല്യൂ അല്ല, ടൈം സോണാണ്. ടൈം സോണിൻ്റെ ഒരു ബിഹേവിയറാണ് മാർക്കറ്റിൻ്റെ. നിങ്ങൾക്ക് കുറച്ച് കാലം മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിഹേവിയർ മനസ്സിലാവും. ഈ ബിഹേവിയർ മനസ്സിലായാൽ അത് മനസ്സിലാക്കി മാർക്കറ്റിൽ എൻട്രി ചെയ്താൽ നിങ്ങൾക്കൊരു ഡയറക്ഷണൽ സെല്ലിംഗ് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈം സോൺ അനുസരിച്ച് എന്തുകൊണ്ട് ഓപ്ഷൻ റൈറ്റർ എൻട്രി ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒന്ന്, ടൈം വാല്യൂവിൻ്റെ ഡീക്ക് കറക്റ്റായിട്ട് സംഭവിച്ചിട്ടില്ല, ഡീക്ക് ഇനിയും സംഭവിക്കാനുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈം വാല്യൂ അവിടെ ഉണ്ട്. ഇനി ഡെൽറ്റ മൂവ്മെൻറ്റ്സ് ഒന്ന് സ്ലോവർ ആവാൻ തുടങ്ങുന്ന സമയമാണ്, പക്ഷേ അപ്പോഴും ഉണ്ട്, ചെറിയ ഡെൽറ്റ മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ടൈം വാല്യൂ കാണൂ. ഇനി ഐ വി നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഐ വി കാണും.
ആ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനൊക്കെ കണ്ടുപിടിച്ച് മാർക്കറ്റ് ആ ഡയറക്ഷനിലോട്ട് തന്നെ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു 70% അല്ലെങ്കിൽ ഒരു 65% പോസിബിലിറ്റി ഉള്ളൊരു സമയമാണ് ഈ 10 to 10:15 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ മാർക്കറ്റിൻ്റെ ഡേറ്റ ഒന്ന് നോക്കൂ. എസ്പെഷ്യലി എക്സ്പയറി ഡേ ആണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള ദിവസങ്ങളല്ല. എക്സ്പയറി ഡേയിലുള്ള സ്ക്രിപ്പുകളെ നിങ്ങൾ നോക്കൂ. സ്ക്രിപ്പ് മീൻസ് ഞാൻ പറയുന്നത് ഇൻഡെക്സുകളെയാണ്, ഒരു സ്റ്റോക്കിൻ്റെ സ്ക്രിപ്പുകളെയല്ല, ഇൻഡെക്സുകൾ നിങ്ങൾ നോക്കൂ. ഇതെല്ലാ ഇൻഡെക്സുകളിലും ഇതുപോലെ തന്നെ വർക്കാവും. നിഫ്റ്റിയിൽ ഉള്ള എല്ലാ ഇൻഡെക്സുകളിലും നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റോക്ക് റിലേറ്റഡ് ആയ, അതായത് നിഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, ഇങ്ങനെയുള്ള സ്റ്റോക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡെക്സുകളെ പറ്റിയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ഗോൾഡിലും സിൽവറിലും, അതായത് പ്രീമിയം ആയിട്ടുള്ള മെറ്റൽസായ ഗോൾഡ്, സിൽവർ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി മെറ്റൽസിലും ഇതേപോലുള്ള ടൈം സോൺ ഉണ്ട്. അതിൻ്റെ ഒരു ടൈം സോണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഞാൻ ഡെഫിനറ്റ്ലി അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിൻ്റെ ടൈം സോണ് കുറച്ചും കൂടെ ഒരു ഡിഫറൻ്റ് ആണ്. അത് കുറച്ചും കൂടെ അത് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൈം സോണാണ് അതിൽ വരുന്നത്. അതിൽ ഫാസ്റ്റർ മൂവ്മെൻറ്റ്സ് എല്ലാം വരുന്നത്. അതിൽ പക്ഷേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ല ഇന്ത്യൻ മാർക്കറ്റിൽ MCXലും NCDXലും ഒക്കെ ഉള്ളത്. ഓക്കെ, എന്നാലും നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. മാത്രമല്ല, ഇനി മാസത്തിൽ ഒരിക്കലാണ് നിങ്ങൾ ഓപ്ഷൻ റൈറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്. എന്നാലും ഓപ്ഷൻസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻഡെക്സസ് തന്നെയാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻഡെക്സസ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറയും. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റാണ് ഇപ്പോൾ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മണി വരുന്നുണ്ട്, ഇന്ത്യക്കകത്തു നിന്നുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള മണി വരുന്നുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ട് വരുന്നു? ഇത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ട്, അവർ അവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവർ ചെയ്യാൻ കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ചെയ്യുന്നുണ്ട്, അവരും പലരും ഒത്തിരി നല്ല പ്രോഫിറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? കാരണം മാർക്കറ്റിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റിക്കുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സിനെന്ന് ഞാൻ പറയും. ഓപ്ഷൻ ബയേഴ്സിന് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള ഒരു പവർ അവർക്ക് വേണം. സൈക്കോളജി വളരെ കറക്റ്റ് ആവണം, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ട്രേഡർ ആവണം. ഒത്തിരി ലോസസ് വന്നാലും അതിനെ റീകൂപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ഗെയിനെ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. പക്ഷേ ഓപ്ഷൻ റൈറ്റിംഗ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റും, പക്ഷേ റിസ്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ കുറേ വലിച്ചു നീട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ടൈം സോണുകളെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയൂ, അത് റിലേറ്റഡായി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ബൈ ബൈ.